ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അട്ടിമറി ജയം. ഒരു ടീം നമ്മൾ അതിൻ്റെ ഘടനയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് പെർഫോമൻസുകളുണ്ട്. പക്ഷേ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. എന്തു പറ്റി ഹൈദരാബാദിന്? വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുടെ ഒരു നിര തന്നെയുള്ള ടീമാണ്. 200-ഉം 250-ഉം ടോട്ടൽ പ്രതീക്ഷിച്ച നമുക്ക് അവരെന്താണ് തിരികെ തരുന്നത്? ഒരു 2020 ടീമിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് മാത്രമല്ല ബോളിങ്ങും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തെളിയിച്ച് തരുന്ന റിസൾട്ടാണ് ഇപ്പം ഹൈദരാബാദിൻ്റെ മാച്ചുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മാച്ചിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ മുമ്പിൽ അടിപതറി വീണ്ടും ഹൈദരാബാദ് തോറ്റിരിക്കുകയാണ്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബോളിങ്ങിൻ്റെ ആ ഒരു ഷാർപ്നെസ്, അത് ഇന്നലെ ശരിക്കും ഹൈദരാബാദ് അനുഭവിച്ചു കഴിഞ്ഞു. 2025 IPL ഓരോ മാച്ചും ഓരോ പുത്തൻ കളിക്കാരുടെ താരോദയമായി മാറുകയാണ്. അതിലൊന്നാണ് ഹൈദരാബാദിൻ്റെ ബാറ്റ്സ്മാനായ അനിക്കത്ത് വർമ്മ. ഒരു സൈഡിൽ ബാറ്റ്സ്മാൻമാരെല്ലാം കൊഴിഞ്ഞു പോകുമ്പോഴും അനിക്കത്ത് വർമ്മ കാണിച്ച ആ ഒരു ധൈര്യം, അതുപോലെ തന്നെ സീഷാൻ അൻസാരി എന്ന് പറയുന്ന ഹൈദരാബാദിൻ്റെ ബോളർ 3 വിക്കറ്റ് എടുത്ത് 42 റൺസ് കൊടുത്ത് 3 വിക്കറ്റ് എടുത്ത് സീഷാൻ അൻസാരിയും ഒരു വരവ് അറിയിച്ചിരിക്കുകയാണ്. അങ്ങിങ്ങായിട്ടൊരു ഒറ്റപ്പെട്ട പെർഫോമൻസ് വരുന്നതെന്നല്ലാതെ ഒരു ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫസ്റ്റ് മാച്ചിലുണ്ടായിരുന്ന പോലത്തെ ഒരു വെടിക്കെട്ട്, ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഇനി എത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നതാണ് ആകെ ഉള്ളൊരു സംശയം. ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറിയുമായിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡുപ്ലസിസ് ഒരു കപ്പിത്താനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 27 ബോൾ 50 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയ്ക്ക് ഫ്രൈസർ മക്കർക്ക് 38 റൺസ് എടുത്ത് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. അഭിഷേക് പൊറേൽ വെടിക്കെട്ട് ബാറ്റ്സ്മാനാണ് ഡൊമസ്റ്റിക്കിലെ. അഭിഷേക് പൊറേൽ തിളങ്ങും ഇനിയുള്ള കളികൾ എന്നുള്ള സൂചനയും കൂടി തന്നിരിക്കുകയാണ് 34 നോട്ട് ഔട്ട് ആയോട്ട്. എന്തായാലും ഹൈദരാബാദ് ആരാധകർക്ക് വൻപിച്ച നിരാശയാണ് സമ്മാനിക്കുന്നത്. പറ്റിയ തെറ്റുകളെല്ലാം തിരുത്തി ഹൈദരാബാദ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഹൈദരാബാദിൻ്റെ ഓരോ ആരാധകരും, അതുപോലെ തന്നെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും. കാരണം ഹൈദരാബാദിൻ്റെ ആ ഒരു ബാറ്റിംഗ് നിര അത്രയും സ്ട്രോങ് ആണ്. അത്രയും വെടിക്കെട്ട് സമ്മാനിക്കാൻ കെൽപ്പുള്ള ബാറ്റ്സ്മാൻമാരാണ് ഹൈദരാബാദിലുള്ളത്. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷാൻ, നിതീഷ് കുമാർ റെഡ്ഡി. പേര് കേൾക്കുമ്പോൾ കിടുകിട വിറപ്പിക്കുന്ന ഒരു ടീമാണെങ്കിലും ഹൈദരാബാദ് കുറച്ചൊന്ന് നിറമങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈദരാബാദിൻ്റെ അനിക്കത്ത് വർമ്മയും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സീഷാൻ അൻസാരിയുമാണ് ഈ ഒരു മാച്ചിലെ നോട്ടബിളായിട്ടുള്ള പുതുമുഖ കളിക്കാർ. എന്തായാലും ഇനി വരുന്ന IPLകളിലെ ഓരോ സ്റ്റാറുകളായിരിക്കും ഇവരൊക്കെ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.